ഇന്നിതാ ഒരു കുങ്കുമത്തിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം ഫോട്ടോ. ഇതെന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും കുങ്കുമം തൊടലുണ്ട്. ഇന്ന് ഞാൻ കുങ്കുമം തൊടുന്നുണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഈ കുങ്കുമം എന്ന് പറഞ്ഞാൽ ഞാൻ ഉരച്ച് ഉണക്കി എത്രയോ സമയം ഇതാക്കിയിട്ടുള്ള എടുത്തിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ കുങ്കുമമാണേ. കുങ്കുമം കണ്ട ഇതൊന്ന് തൊട്ട് കാണിച്ചു തരാം. കല്യാണം കഴിഞ്ഞ ആൾക്കാർ സീമന്തരേഖയിൽ എപ്പോൾ എന്ത് തൊടണമെന്നാ കുങ്കുമം തൊടണമെന്നാ. കുളിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിലും എല്ലാം നമ്മൾ നെറ്റീമിൽ കുങ്കുമം തൊടണം. കണ്ട രണ്ടടേ ആയിട്ടില്ല. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുങ്കുമം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. ഞാനില്ലേ ഇന്ന് ഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോ ഒന്നും ആയിട്ടല്ലേ വന്നത്. എൻ്റെ എല്ലാം നിത്യ ദിവസവും എനിക്ക് ഈ പറഞ്ഞ പോലെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊരു കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ എപ്പോൾ സീമന്തരേഖയിൽ കുങ്കുമം തൊടണം എന്നുള്ളതൊരു നിർബന്ധമാണ്. അത് ചില ആൾക്കാർ തൊടും, ചില ആൾക്കാർ തൊടല്ല. പക്ഷെ ഞാനിതിവിടെ എപ്പോഴും തൊടലുണ്ട്. എവിടെയും പോകുമ്പോഴേ വീട്ടിൽ നിന്ന് അങ്ങനെ തൊടലില്ല. അപ്പോൾ അത് നമുക്ക് ആ സിന്ദൂരം ആ കുങ്കുമം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എത്രത്തോളം വിജയിക്കുന്നു ഒന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കി നോക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കി നോക്കട്ടെ. എത്രത്തോളം അത് സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ശരിക്കും വെച്ചാൽ ഈ ഒരു സിന്ദൂരം ഉണ്ടാക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് നല്ലൊരു ശുദ്ധിയോടുകൂടി നാമം ജപിച്ചിട്ടെല്ലാം ഉണ്ടാക്കണം എന്നെല്ലാം പറയുന്നത് കേൾക്കാം. ഇതൊരു അമ്പലത്തിലെല്ലാം ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന സംഭവമാണ് കുങ്കുമം. അത് എത്രത്തോളം ഇപ്പോൾ ഓരോരുത്തർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊന്നും അറിയില്ല. എന്നാലും ഞാനിത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അതിന് ഞാൻ വേണ്ടിയില്ലേ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയാണ് എടുത്തത്. ഞാൻ നല്ല ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ച മഞ്ഞപ്പൊടിയാണ് ഇത് എടുത്തിട്ടുള്ള. ഇത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എത്രത്തോളം വിജയിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ വെച്ചാൽ നമ്മൾ അപ്പക്കാര സോഡാപ്പൊടി എന്നെല്ലാം പറയുന്നില്ലേ, ഇത് കുറച്ചിടുന്നുണ്ട്. ഇത് എനിക്കറിയില്ല എത്രത്തോളം ഇതാവുന്നത്. പുതിയ പരീക്ഷണം തുടങ്ങുമ്പോൾ എപ്പോൾ നമ്മൾ പിന്നെ സാധനങ്ങൾ നശിപ്പിച്ച് കളയണ്ടല്ലോ. കുറച്ച് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അത് വിജയിക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് കൂടുതൽ ഒക്കെ. ഈ അപ്പക്കാരവും മഞ്ഞപ്പൊടിയും നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യണം. നല്ലോണം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഇത് പെട്ടെന്ന് ആവുമൊന്നുമില്ലേ. കുറച്ച് സമയം ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നാരങ്ങ മുറിക്കുന്നത് തെറ്റിപ്പോയി. ഇങ്ങനെയല്ല ഒരിക്കലും നാരങ്ങ മുറിക്കണ്ട. എന്നോട് ബാവയുടെ എപ്പോൾ പറഞ്ഞിരുന്ന ഇങ്ങനെ മറ്റു ചെയ്യാണ് മുറിക്കേണ്ടത്. അതുകൊണ്ട് ഈ എത്രത്തോളം ഇത് പിയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. നോക്കട്ടെ, ശ്രമിച്ച് നോക്കട്ടെ. നാരങ്ങ വെള്ളം. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് തൈര് വേണമെങ്കിൽ തൈരും ആക്കാം. എത്രത്തോളം നാരങ്ങ എന്ന് പറയുന്ന സിട്രിക് ആസിഡ് അല്ലേ. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തെല്ലോ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഈ സിട്രിക് ആസിഡ് ചുണ്ണാമ്പ് എല്ലാം മിക്സ് ചെയ്യുമ്പോൾ പിന്നെ വ്യത്യസ്ത ഇതാവും എന്നെല്ലാം പറഞ്ഞേ. അതെന്തെന്നാന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്തെല്ലോ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇത് നമ്മളെ ശരിക്കില്ല ഒരു പുട്ടിൻ്റെ പൊടി കുഴക്കൂലേ, അമ്മാതിരി ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുന്ന രീതിയിലേക്ക് ഈ മഞ്ഞപ്പൊടിയും ഇതുമെല്ലാം കൂടി വരണം. എന്നാലാണ് അതിൻ്റെ പാകം. കുറച്ചുകൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചട്ടെ. കുരുവെല്ലാം അങ്ങ് എടുത്ത് മാറ്റിക്കളണേ. കുരുവെടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റാം. അങ്ങനെ നാരങ്ങ മുറിച്ചോണ്ട് കുരുവെല്ലാം എന്നോട് മുറിഞ്ഞു പോയി. ഇനി ഞാനിതൊന്ന് മിക്സ് ആക്കട്ടെ. ഇത് കുറച്ചായതുകൊണ്ട് ചിലപ്പോൾ വേഗമാവുമായിരിക്കും എന്ന് എൻ്റെ ഒരു മിഥ്യാധാരണ. എന്നാലും കുറേ സമയം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം. എന്നാൽ തന്നെ ഒരു കളറ് ചെറുങ്ങനെ ഒന്ന് മാറി വരും. പക്ഷേ ഇത് വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഉണക്കിയെടുക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ കുങ്കുമം തൊടാത്ത നമ്മളെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ ആൾക്കാരെല്ലാവരും കുങ്കുമം തൊടാണ്ട് നിൽക്കില്ല. ഇപ്പോൾ ദേവീൻ്റെ അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ ദേവീ ക്ഷേത്രത്തിൽ കുങ്കുമമാണ് പ്രധാനപ്പെട്ട പ്രസാദമായിട്ട് നമുക്ക് തരിക. അത് തൊടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അതങ്ങ് നെറ്റിയിലേക്ക് അങ്ങ് തൊട്ട് കഴിഞ്ഞാൽ
എന്തോ ഭയങ്കര ഒരു ഇതാണ്. അതുപോലെ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരെ മുന്നിൽ ഒലിക്കൽ സിന്ദൂരം ചാർത്തലുണ്ട്. അത് നമ്മൾ പോയിട്ട് ഭക്തജനങ്ങൾ പോയിട്ട് അതെടുത്തിട്ട് തൊടും. സിന്ദൂരം എന്ന് പറയുന്ന സംഭവം ഭയങ്കരം തന്നെയാണ്. നമ്മൾ അതെത്രത്തോളം പ്രാധാന്യമുണ്ട്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ല ഇപ്പം നമ്മൾ പല വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ്. എങ്ങനെയാണെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാനെല്ലാം ആദ്യം തെറ്റിദ്ധരിച്ചിട്ടേനു. എന്താ വെച്ചാൽ ഒരു കുങ്കുമം എന്ന് പറയുന്നൊരു കുങ്കുമച്ചെടി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു നമ്മളെ റംബൂട്ടാനെ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് സിന്ദൂരം ഉണ്ടാക്കുക എന്നെല്ലാം ഞാൻ വിചാരിച്ചിട്ടേനു. പക്ഷേ ഇപ്പോൾ ഓരോരോ വീഡിയോയിൽ ഇങ്ങനെയാണെന്ന് കാണിക്കുമ്പോൾ അന്നേരമാണ് മനസ്സിലായത് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഒന്ന് നല്ലോണം ഇതാക്കി ചെയ്ത് നോക്കട്ടെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഹരേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നനെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഇത് കണ്ടോ, ഞാൻ മഞ്ഞപ്പൊടിയും നാരങ്ങാ നീരും സോഡാപ്പൊടിയും ചേർത്തിട്ട് കുഴച്ച് ഈ പരുവത്തിലായിട്ടുണ്ട്. നിറം മാറി വന്നിട്ടുണ്ട്. ഇത് ശരിക്കില്ല. ഇതാ ഈ പുട്ട് നമ്മൾ കുഴക്കുന്ന പോലെ ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഉരുളണം. ഇതിനി എന്ന സംഭവം വേണ്ടെന്ന് പറഞ്ഞാൽ വെയിലത്ത് വെക്കുമ്പോൾ വെയിലത്ത് വെച്ചിട്ട് കുറച്ച് ഉണങ്ങണം. അന്നേരം നമുക്ക് കുറച്ചുകൂടിയോ എന്താവും നിറം വരും. എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട്. കുങ്കുമം വെയിലത്ത് വെച്ച് ഉണങ്ങി നല്ല ഇതായിട്ടുണ്ട്. കണ്ട, ഇത് നാരങ്ങേൻ്റെ കുരുവാണ്. അടിപൊളി സിന്ദൂരം കണ്ട.